ഹായ്. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രൊമോ ലാലേട്ടൻ കട്ട കഴിപ്പിലാണ്. ആൾക്കൂട്ടം വിചാരണ ചോദ്യം ചോദിച്ചത് ഞാൻ അന്നേ പറഞ്ഞ് ഇത്രയൊക്കെ വലിയ വിഷയമാക്കണ്ട, അതുകൊണ്ട് പറയാൻ തിരിഞ്ഞു പോകാം. പക്ഷെ നെവിൻ അങ്ങനെ സമ്മതിച്ചില്ല. എല്ലാം ലിവിങ് ഏരിയയിൽ കൊണ്ടുവന്ന് വലിയ വിഷയമാക്കി ഉപത്രയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇത് ഇത്രയും വലിയ വിഷയമാക്കണ്ടായിരുന്നു, പിന്നെ ഡെമോ കാണിക്കണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കൂട്ട വിചാരണ പോലെ ആയി, അത് വലിയ വിഷയമായി. അതങ്ങനെയായിരുന്നു, നമുക്ക് കണ്ടപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഒരാൾക്കൊരു അഭിപ്രായം വ്യത്യാസം ചോദിച്ചാൽ ആ ആളോട് പറയാം. അപ്പോൾ പറഞ്ഞു അത് ബിഗ് ബോസ് വീടാണ്, അവിടെ നിന്ന് പറഞ്ഞ് അവിടെ വരുന്ന ഒച്ചപ്പാടുണ്ടാക്കി അതങ്ങ് പോയാൽ വലിയ വിഷയമായി കാണില്ല. പക്ഷേ ഇവർ വലിയ അവിടെ ലിവിങ് ഏരിയയിൽ പിന്നെ വെച്ച് ഇരുന്ന് 2-3 മണിക്കൂർ ചോദ്യങ്ങളും പറച്ചലും മടിയും മഴുക്കും പിന്നെ ഡെമോ കാണിക്കുക ഇതൊക്കെ ഉണ്ടായപ്പം നമുക്ക് തോന്നി ഇത് വേണ്ടായിരുന്നു, ഇത്രയും വലിയ വിഷയമാക്കി ഇത്രയും ആക്കണ്ടായിരുന്നു. 2-3 മണിക്കൂർ നീന്തി നിന്ന ചർച്ചയായിരുന്നു. അപ്പോൾ നമുക്ക് തോന്നിയപ്പോൾ ലാലേട്ടൻ നല്ല കളിപ്പിലാണ്. എല്ലായിടത്തും കിട്ടും, നമ്മുടെ അനുമോൾക്ക് കിട്ടും, മസ്താനി കിട്ടും, അത് ചോദിക്കാൻ പോയി പറയാൻ പോയ ആൾക്കാർക്ക് കിട്ടും, എല്ലായിടത്തും കിട്ടും. അനുമോൾക്ക് കിട്ടും ഉറപ്പാണ്. എന്നാൽ അത്രയും വലിയ വിഷയമായി. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു അത് എങ്ങനെ വലിയ വിഷയമാക്കി മറ്റവർക്കും കൊടുക്കണം. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരും അത് വലിയ ചർച്ചയാക്കി ഇത്രയും വിഷയമാക്കി മാറ്റിയത് അവരും കൂടി. അപ്പോൾ എന്താവും അറിയാൻ പാടില്ല. രണ്ടും കാണാത്ത നമുക്ക് ഒരിക്കലും അനുമോൾക്ക് നല്ലോണം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി വലിയ വഴക്കായിട്ട് പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.